ഈ ഡിബ്രഷനെ കാണുമ്പോഴേ എനിക്ക് ചിരി വരും. ഇവ നിങ്ങളുടെ ഏതൊരു സ്കിറ്റിലൊക്കെ പറഞ്ഞിട്ടില്ലേ മറ്റേ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, ആലോചിക്കുമ്പോഴേ ചിരി വരും. ഇപ്പം നിങ്ങൾ 4 പേരും ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് ആക്ച്വലി അൾട്ടിമേറ്റ് എയിം സിനിമ എന്ന് പറയുന്നതാണല്ലോ. ഇപ്പൊ സിനിമയിൽ വന്ന് എത്തി, അതില് ഇപ്പൊ സിനിമ നിങ്ങളുടെ അടുത്തേക്ക് ഇതിന്റെ ഫസ്റ്റ് കോൾ വരുമ്പോ അവര് പറയുന്നത് ഓക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, നായകൻ ധ്യാൻ ശ്രീനിവാസനാണ്. വാട്ട് വാസ് യുവർ ഫസ്റ്റ് തോട്ട്? അല്ല, ഒരു മിനിറ്റ്, അവൻ പറയും. അതിലേറെ ആശ്ചര്യം വീക്കെൻഡ് സിനിമാറ്റിക്. അവനും പറയും. വീക്കെൻഡ് ബ്ലോക്ക്ബസ്റ്റേഴ്സ്. അല്ല, മുക്കോള് വന്നു, നമ്മളെ ഇന്ദ്രനീലേട്ടനെ വിളിച്ചത്. അപ്പൊ ഇതണക്ക് വിളിച്ചിട്ട് പറഞ്ഞ് മൂവി ഉണ്ട്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ടീസർ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡിറ്റക്റ്റീവ് ജേണലിന്റെ മീൻസ് മറ്റേ പ്രോമോ പോലെ. എന്നിട്ട് അത് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആദ്യം ഇവനാ കോള് വന്നത്. ആദ്യം കുറേം കുര്യം മാത്രമേ വിളിച്ചുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ കോള് വന്ന് ഇവനെ വിളിച്ചിട്ട് ഇതണക്ക് നമ്മള് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ പ്രൊഡക്ഷനാണ്, നമ്മള് ധ്യാൻ ചേട്ടനാണ് ഹീറോ എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ പറഞ്ഞു ബ്രോ, അത് ഇറക്കിയിട്ടുണ്ട് യൂട്യൂബില്, ഒന്ന് കണ്ടിട്ട് ഇതാക്കുന്നത്. അതെന്ന് പറഞ്ഞു നമ്മളില്ലാന്ന് പറഞ്ഞു ആദ്യം അല്ലേ? അത് ഇൻട്രൊഡക്ഷൻ ടീസർ അല്ലല്ല, അങ്ങനെ ടീസർ കണ്ടു നമ്മള്. ടീസർ അത് യൂട്യൂബിലുണ്ട്, കണ്ട അടിപൊളി സാധനം. അതിൽ തന്നെ കുറെ കമന്റ് ഉണ്ട്, ധ്യാൻ ചേട്ടൻ 2.0. ധ്യാൻ ചേട്ടൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ എന്റെ ഒരു 2.0 വരുന്നുണ്ടെന്നൊക്കെ ഇതാണൊക്കെ അറിയാതെ പറഞ്ഞു. അപ്പൊ അത് ആൾക്കാർ ഓർത്ത് വെച്ചിട്ട് അപ്പൊ അറിഞ്ഞോണ്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ അടിയിൽ ഇതാണോ ധ്യാൻ ചേട്ടൻ പറഞ്ഞ 2.0 എന്നൊക്കെ പറഞ്ഞ അതിന്റെ അടിയിൽ അത് ധ്യാൻ അറിയാണ്ട് പറഞ്ഞല്ല. പറഞ്ഞില്ലേ, ഇതൊന്നും അറിയാണ്ട് പറയുന്നില്ല. ധ്യാൻ ശ്രീനിവാസൻ ഒരു കാര്യം അറിയാണ്ട് പറയുന്നില്ല. മണ്ടന്മാർക്ക് മനസ്സിലാവില്ല മഞ്ജു. അല്ല, അങ്ങനെ നമ്മള് സ്ക്രിപ്റ്റ് കേട്ടപ്പോ നൈസ് കഥ. ഞാൻ എന്റെ സംശയം അല്ലല്ല, നിന്റെ 4 പേര് ഒരേ സമയത്ത് കാസ്റ്റ് ചെയ്ത് ആദ്യത്തെ പടമായിരിക്കും ഒരു ടീമില്. അവരെ കാണാൻ പോയപ്പോഴാണ് തിരിച്ചു പോകാൻ നേരത്ത് പറഞ്ഞത് ഇങ്ങനെ റോളുണ്ട്, ചെയ്യാവോ എന്ന് ചോദിച്ചു. അത് ഇവന്റെ റോള് ഇവനും, ഇവന്റെ റോൾ ഇവനും ആയിരുന്നു. അങ്ങനെയായിരുന്നു. എന്നിട്ട് എന്താ തിരിച്ചേ? അവരുടെ ക്യാരക്ടറിന്റെ പേരെന്താന്ന് അറിയോ? അന്തിക്കുരുടെ ലുക്ക് നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്, ലുക്കും കറക്റ്റ്. അന്തിക്കുരുടെ കൊറിയൻ കുര്യൻ അല്ലേ? കുഞ്ചാക്കോ ബോബൻ. അതാ ആ പേര് നൈസായിട്ട്, കുഞ്ചാക്കോ ആൻഡ് ബോബൻ. നസീർക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് കോൾ വരുന്നത്, ഇതിന്റെ ഒരു ഫസ്റ്റ് മെമ്മറി എന്താ? അല്ല, ഡയറക്ടർ തന്നെ ഇവരെന്നെ വിളിച്ചു. അവര് വിളിച്ചിട്ട് വന്ന് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. ഇങ്ങനെ ധ്യാന്റെ അച്ഛന്റെ ക്യാരക്ടറാണ്. നിങ്ങളോടൊക്കെ കഥ പറഞ്ഞല്ലേ? ആക്ച്വലി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കട്ടെ, എനിക്കത് ചോദിക്കാണ്ടായിരുന്നു. ഇതിന്റെ കഥ കേട്ടോ? ഞാൻ സാധാരണ കഥയൊന്നും കേൾക്കാറില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ കഥ കേട്ടോ? ഞാൻ പറയട്ടെ. അല്ല, അതല്ല, ഇവരോടൊക്കെ പറഞ്ഞെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു അപ്പൊ കേട്ടിട്ടില്ല. കേട്ടു പക്ഷെ ഇപ്പോഴും വളരെ വൈകിയ വേളയില വൈകിയാണ് കേട്ടത്. വൈകിന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസം സംഭവം എന്തോ ഇത്. അത് ഞാൻ സംശയം ചോദിക്കുന്ന ഇവനോട് അല്ല, പുള്ളിക്ക് ഞങ്ങൾക്ക് ഒരു ഉത്തരമായിരുന്നു, എന്തുകൊണ്ട് ഈ പടം ചെയ്തെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നല്ല പടം, വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. പുള്ളി അതും പറഞ്ഞില്ല, വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. പിന്നെ അവരെന്തായാലും കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ, ആരെങ്കിലും ആള് കേട്ടാ പോരെ. അല്ല, പക്ഷെ പടം തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും.